സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ മൊബൈലിൽ, അതായത് എത്ര മുമ്പ് നമ്മൾ എടുത്ത ഫോട്ടോസ്, അതായത് കുറേ കാലങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോസ് നമ്മളെ മൊബൈലിൽ, അപ്പോൾ ഗൂഗിളിൽ സേവ് ചെയ്ത ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ, എത്ര കാലം മുമ്പുള്ള ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ മൊബൈലിൽ നമുക്കിപ്പോൾ കുറേ കാലം മുമ്പ് എടുത്ത ഫോട്ടോസൊക്കെ കിട്ടണം എന്നുള്ളൊരു സംഭവം ആഗ്രഹമുള്ള ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അറിയാത്ത ആളുകൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനത് തുടർന്ന് വീഡിയോയിലൂടെ ആ സെറ്റിങ്സ് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കാണാം. അപ്പോൾ അതിനായി ആദ്യമായി നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ക്രോം ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം ഇവിടെ ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ള സംഭവം ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ ഗൂഗിൾ ഫസ്റ്റത്തെ ഓപ്ഷൻ കണ്ടോ, സൈൻ ഇൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൈൻ ഇന്നിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞാൽ ഈ ഇടത് ഭാഗത്തായിട്ട് ഈ 3 ഡോട്ടിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം വരും. നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് സെറ്റിങ്സിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇങ്ങനെ ഇൻ്റർഫേസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ പിന്നെ സജഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സജഷനിൽ തൊട്ട് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ അൺസേവ്ഡ് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ വ്യൂ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഴയ ഫോട്ടോസ് എത്ര ഉണ്ടെങ്കിലും അതിൽ കാണാൻ സാധിക്കും. അത് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യുക, ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുക. ഇങ്ങനെ രീതിയിൽ നമുക്ക് എല്ലാ ആളുകളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഗൂഗിളിൽ സേവ് ചെയ്ത ഫോട്ടോസ്, എത്ര കാലം മുമ്പ് സേവ് ചെയ്ത ഫോട്ടോസും നമുക്ക് ഇങ്ങനെ എടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.